വീടിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്ന സമയത്ത് വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിലെ കാർപ്പൻട്രി വർക്ക് എന്ന് പറയുന്നത്. ഈ കാർപ്പൻട്രി വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഒരാളെ കണ്ടുപിടിക്കുന്നു. അയാളുടെ നിന്ന് വർക്ക് ചെയ്യാനുള്ള ലേബർ കോസ്റ്റും അതുപോലെ തന്നെ എത്ര ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ആണെന്നുള്ള ഡേറ്റയൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നാൽ ഏതാണ്ട് വർക്ക് ഒരു പകുതി ഒക്കെ ആകുന്ന സമയത്ത് കുറച്ചുകൂടെ മെറ്റീരിയൽ എടുത്താൽ മാത്രമേ ഈ പ്രോജക്റ്റ് തീർക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുകയും എന്തായാലും ഇത്രയും വർക്കായ സ്ഥിതിക്ക് നമുക്കിനി അതും കൂടെ മേടിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ തടി മേടിച്ചു കൊടുക്കുന്നു. എന്നാൽ വീണ്ടും 2-3 തവണ ഇതേ ആവശ്യം വരികയും വീണ്ടും നമ്മൾ തടി മേടിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അവസാനം ആദ്യം പറഞ്ഞ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയലിനെയും കാട്ടി ചിലപ്പോൾ ഇരട്ടി എടുത്ത് കൊടുത്താലായിരിക്കും നമുക്ക് ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം ശരിക്കും സംഭവിക്കുന്നത് നമ്മൾ ആദ്യം മനസ്സിൽ വീട് വയ്ക്കാൻ ഇത്രയും ബഡ്ജറ്റ് എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിൽ നിന്നും വളരെ എസ്കലേറ്റ് ചെയ്ത് പോകും ഒരു തടിയുടെ പണിയിലുണ്ടായ വ്യത്യാസം. ബിക്കോസ് തടിക്ക് നല്ലൊരു ബഡ്ജറ്റ് ആവുന്ന, അതായത് വീടിൻ്റെ കൺസ്ട്രക്ഷനിൽ നല്ലൊരു എമൗണ്ട് ആവുന്നൊരു പോർഷനാണ് തടി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേയും കാട്ടിയും ഇരട്ടിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളുടെ ടോട്ടൽ ബഡ്ജറ്റ് വളരെയധികം എസ്കലേറ്റ് ചെയ്ത് പോകും. ഇത് ശരിക്കും സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എത്ര ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ വേണം എന്നുള്ള ഒരു ക്ലിയർ പിക്ചർ ഈ വർക്ക് ഏറ്റെടുക്കുന്ന ആൾ ആദ്യം തരാത്തതുകൊണ്ടാണ്. ഒരുപക്ഷെ അവർക്ക് അറിയായിരിക്കും ഇത്രയും ക്വാണ്ടിറ്റിയിൽ തീർക്കാൻ പറ്റത്തില്ലെന്ന്. പക്ഷേ ആദ്യം അവർ ഫിഗർ ക്ലിയർ ഒരു പിക്ചർ തരികയാണെങ്കിൽ അവർക്ക് ഒരു പക്ഷേ വർക്ക് കിട്ടത്തില്ല. ചിലപ്പോൾ നമുക്ക് ക്ലിയർ പിക്ചർ തരുന്ന ആളുണ്ടാവും, അയാളുടെ റേറ്റ് നമ്മൾ കൂടുതലാണ് അല്ലെങ്കിൽ അയാൾ ആവശ്യപ്പെട്ട ക്വാണ്ടിറ്റി കൂടുതലാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും പലപ്പോഴും അയാൾക്ക് വർക്ക് കൊടുക്കാതെ റേറ്റും ക്വാണ്ടിറ്റിയും കുറഞ്ഞ ഒരാൾക്ക് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. നമ്മുടെ ബഡ്ജറ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എസ്കലേറ്റ് ചെയ്തു പോകും. ഇനി മറ്റൊരു കാര്യം, നമ്മൾ ഷീറ്റ് മേടിച്ച് കൊടുത്ത്, അതായത് MDF അല്ലെങ്കിൽ മെറൈൻ പ്ലൈവുഡ്, മൾട്ടിവുഡ് പോലത്തെ മെറ്റീരിയൽ മേടിച്ച് അതിനകത്തുള്ള വർക്ക് ചെയ്യുന്ന സമയത്തും ഇതേപോലെ ഒരു പ്രശ്നം ഒളിഞ്ഞ് കിടപ്പുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലരെയും ചിലപ്പോൾ റേറ്റ് മേടിച്ചിട്ടുണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ പറഞ്ഞ് അടങ്കലിന് ചെയ്തോളാം, നിങ്ങൾ മെറ്റീരിയൽ മേടിച്ച് തന്നാൽ മതി. അങ്ങനെ അയാളൊരു റേറ്റ് പറഞ്ഞു, നമ്മൾ വർക്ക് തുടങ്ങുന്നു. അവർ പണി പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് വലിയ ഷീറ്റുകൾ എടുത്ത് വെച്ച് കട്ട് ചെയ്തിട്ടായിരിക്കും ഈവൺ ഒരു ചെറിയ പീസ് വേണമെങ്കിലും അവർ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 50 ഷീറ്റ് തീരേണ്ട വർക്ക് ചിലപ്പം 80 ഷീറ്റിലായിരിക്കും തീരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 ഷീറ്റ് നിങ്ങൾക്ക് എക്സ്ട്രാ ആവും. പക്ഷേ അവർക്കുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പണി തീരും. അവർക്ക് ആ ലേബർ കോസ്റ്റിൽ അത്രയും സേവ് ചെയ്യാൻ പറ്റും. മറ്റേത് ഓരോ തുണ്ട് പീസുകളെടുത്ത് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ലേബർ കോസ്റ്റ് ഭയങ്കരമായിട്ട് എസ്കലേറ്റ് ചെയ്ത് പോയി അവർക്ക് നഷ്ടം ഉണ്ടാക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഇത്തരം ഒരു കാര്യം സംഭവിക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരു വളരെ ചെറിയൊരു എമൗണ്ടിനായിരിക്കും മറ്റൊരാൾക്ക് ആ വർക്ക് കൊടുക്കാതെ ഇയാൾക്ക് കൊടുക്കുന്നത്. അതിൻ്റെ ചിലപ്പോൾ ഒരു 4-5 ഇരട്ടിയൊക്കെ വരും. നമ്മുടെ കയ്യിൽ നിന്ന് ഈ 10, 20, 30 ഷീറ്റോ എക്സ്ട്രാ നമ്മൾ മേടിച്ചു കൊടുത്ത വർക്ക് ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കും. ഇനി മറ്റൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അടങ്കൽ കൊടുക്കാതെ ഡെയിലി ലേബറിന് വർക്ക് ചെയ്യാം എന്ന് പറയുന്ന ഒരാളായിരിക്കും ആ വർക്ക് ഏറ്റെടുക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ അവർ ലാഭമൊന്നും എടുക്കുന്നത് ഡെയിലി ലേബർ മാത്രമേ മേടിക്കുന്നുള്ളൂ, സോ നമുക്കത് ലാഭകരമായിട്ട് തീർക്കാം. ഒരു അടങ്കൽ കൊടുക്കുന്നതിനെക്കാട്ടി ലാഭകരമായിട്ട് ആ വർക്ക് ചെയ്ത് തീർക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തോടുകൂടി നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സമയത്തൊന്നും ഈ വർക്ക് ചെയ്യത്തില്ല. ഒരു 2 ദിവസം എടുത്ത് അല്ലെങ്കിൽ 3-4 ദിവസം എടുത്ത് ആയിരിക്കും ഒരു വാർഡ്രോബ് ചെയ്യാൻ നമ്മൾ സാധാരണ സമയമാവുന്നതെങ്കിൽ അത് ചിലപ്പോൾ ഒരു 5, 10, 15 ദിവസമൊക്കെ എടുത്തിട്ടായിരിക്കും തീരുന്നത്. അപ്പോൾ ഓരോ വർക്കും അങ്ങനെ എസ്കലേറ്റ് ചെയ്ത് പോവുകയും ഏതാണ്ട് 1 മാസം കൊണ്ട് തീർക്കാനുള്ള വർക്ക് ചിലപ്പോൾ 2-3 മാസം എടുത്തിട്ടായിരിക്കും തീരുന്നത്. അപ്പം ലേബർ കോസ്റ്റ് ഭയങ്കരമായിട്ട് അങ്ങ് എസ്കലേറ്റ് ചെയ്ത് പോകും. ഞാൻ നേരത്തെ പറഞ്ഞതിനേക്കാട്ടി എസ്കലേറ്റ് ചെയ്തിട്ട് വലിയൊരു ഫിഗറായി മാറും. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം പുതിയതായിട്ട് വീട് വയ്ക്കാൻ പോകുന്ന എല്ലാവർക്കും അതുപോലെ തന്നെ വീട് വെച്ച് കൊടുക്കുന്നവർക്കും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇത് ശ്രദ്ധിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് എസ്കലേറ്റ് ചെയ്യാതെ നിങ്ങളുടെ കൺട്രോളിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.